തനിക്കെതിരെയുള്ള മുൻ ഭാര്യയുടെ പരാതിക്ക് പിന്നിൽ എം.ഐ. ഷാനവാസ് എം.പിയും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്തുമാണെന്ന ആരോപണവുമായി ടി. സിദ്ദിഖ് രംഗത്ത്. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും മുൻ ഭാര്യയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ സിദ്ദിഖ് പറഞ്ഞു. കമ്മീഷണർക്ക് നൽകിയ പരാതി സിദ്ദിഖ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് താൻ മുൻ ഭാര്യ നസീമയെ വധിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയുടെ പിന്നിൽ വയനാട് എം.പി. എം.ഐ. ഷാനവാസ് ആണെന്നാണ് സിദ്ദിഖിന്റെ ആരോപണം. ഷാനവാസും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ജയന്തും തന്നെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ സിദ്ദിഖ് ആരോപിക്കുന്നു. കമ്മീഷണർക്ക് നൽകിയ പരാതി സിദ്ദിഖ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് തന്റെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ മുൻ ഭാര്യ അവിടെയെത്തി ബഹളമുണ്ടാക്കുകയാണ് ചെയ്തതെന്ന് സിദ്ദീഖിന്റെ പരാതിയിൽ പറയുന്നു. ഇതാണ് തനിക്കെതിരെയുള്ള പരാതിയായി മാറിയത്. ഷാനവാസ് ഗൂഢാലോചന നടത്തി മുൻ ഭാര്യ നസീമയെ ആക്രമിച്ച് തന്നെ അപമാനിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ നസീമയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം ഷാനവാസ് ഗൂഢാലോചന നടത്തിയതിന് തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും ഇത് പാർട്ടി നേതൃത്വത്തിനും പോലീസിനും കൈമാറുമെന്നും സിദ്ദീഖ് പ്രതികരിച്ചു. മക്കൾ ഇരിക്കുന്നിടത്ത് മക്കളെടുത്ത് പോയി സംസാരിക്കുമ്പോൾ വീണ്ടും ഇവർ ഷൗട്ട് ചെയ്യാം. അവിടെ ഈ വധശ്രമം നടന്നില്ല, ഞാൻ എന്റെ മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞ് വ്യാജ കംപ്ലൈന്റ് കൊടുക്കുക. അപ്പൊ ഒരു കാര്യം വളരെ കൃത്യമായി, ഇതിന്റെ പിറകിലുള്ളതായിരിക്കുന്ന ഞാൻ പരാമർശിക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തികൾ നടത്തിയിട്ടുള്ള ഇതിലെ ഇടപെടലും ഗൂഢാലോചനന്റെയും കോൺക്രീറ്റ് എവിഡൻസസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ നിയമപരമായിട്ടുള്ള എല്ലാ മാർഗവും സ്വീകരിക്കുകയാണ്. ഷാനവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിൽ കോടതി നടപടിക്ക് വിധേയമാകും. എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഐ ഗ്രൂപ്പ് നേതാക്കളായ ഷാനവാസിനും ജയന്തിനുമെതിരെ സിദ്ദീഖ് പരാതി ഉന്നയിച്ചതോടെ കോൺഗ്രസ് നേതാവിന്റെ കുടുംബ പ്രശ്നത്തിന് പാർട്ടിയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മാനം കൈവന്നിരിക്കുകയാണ്. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.